2011 ചാണ്ടിച്ചൻ മന്ത്രിസഭ ഏറ്റവും മികച്ചതായിരുന്നു. വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെയാണ് നടത്തിയത്. കേരളം കണ്ട ഏറ്റവും മികച്ച സർക്കാരായിരുന്നു എന്നൊക്കെ ഇന്നിരുന്ന് സതീശൻ തള്ളുമ്പോൾ നിങ്ങളെ ഒരു പ്രതികരണം കേൾപ്പിക്കാം. അന്നത്തെ മന്ത്രിസഭാ അംഗങ്ങൾ അതിൽ പലരും പരാജിതരായിരുന്നു. ഞങ്ങളെ രണ്ടുപേരെ കൂടി എടുത്തിരുന്നെങ്കിൽ ആ മന്ത്രിസഭ കുറെ കൂടി തിളങ്ങിയനെ എന്ന് ഇന്നിപ്പോ പഴയ മുഖ്യമന്ത്രിയായിട്ടുള്ള കെ കരുണാകരന്റെ മകൻ തുറന്നു പറയുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ ആ മന്ത്രിസഭ നല്ലതായിരുന്നു അല്ലയോ? കേട്ടെ. 2011 പോയതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. വക്കീലുണ്ടായിരുന്നു, വി ഡി സതീശൻ, എൻ്റെ കാര്യം പിന്നെ പോട്ടെ. ഇവരൊക്കെ അന്ന് സത്യത്തിൽ ആ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ അന്നത്തെ മന്ത്രിസഭയ്ക്ക് കൂടുതൽ തിളക്കം കിട്ടുമായിരുന്നു എന്നുള്ള അഭിപ്രായക്കാരനാണ്. എന്തുകൊണ്ട് അന്നൊന്നും സംഭവിച്ചില്ല? ഇനിയിപ്പോൾ ഇലക്ഷൻ അടുത്ത് നിൽക്കുമ്പോൾ ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകണ്ട. ഇനിയിപ്പോൾ നമ്മളടുത്ത് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നമ്മുടെ ഇന്നൊരു സന്തോഷത്തിൻ്റെ അന്തരീക്ഷം അടുത്ത നിയമസഭയിൽ നമുക്ക് നിലനിർത്താൻ കഴിയണം. ഇപ്പോൾ ഒരു പ്രവണത എനിക്ക് കാണാൻ കഴിയുന്നത്, ഒരു ഓവർ കോൺഫിഡൻസ് നമ്മുടെ പ്രവർത്തകർക്ക് ഉണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയം. ഞാൻ സതീശനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. ബാക്കിയുള്ള എല്ലാവർക്കും വെട്ടിക്കൊണ്ടു പോകാൻ പറ്റി. എനിക്ക് സതീശനും മാത്രമാണ് വെട്ടാൻ അവസരം കിട്ടാത്തത്. വെളിയിൽ നിന്ന് ഞങ്ങൾ വെള്ളം ഇറക്കി നിന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് ആ മന്ത്രിസഭയിലുള്ളത് എല്ലാം വെട്ടിപ്പും തട്ടിപ്പും ഒന്നും നടന്നില്ല. അതിന് തിളക്കം ഉണ്ടാകണമായിരുന്നെങ്കിൽ ഞങ്ങൾ രണ്ടുപേർ വേണമായിരുന്നു. കെ മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്, CPM-കാരൊന്നും പറഞ്ഞതല്ല. അപ്പോൾ ആ മന്ത്രിസഭയുടെ കാലഘട്ടത്തിൽ ഞങ്ങൾ രണ്ടുപേരില്ലാത്തത് കൊണ്ട് തിളക്കം കുറവായിരുന്നെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ കല്ലിടൽ വിദഗ്ധരായിട്ടുള്ള ചാണ്ടിക്കാലം ഏറ്റവും മികച്ച കാലമെന്ന് ഇന്ന് കോൺഗ്രസ്സുകാർ പ്രചരിപ്പിക്കുന്നത്? അദ്ദേഹത്തിന്റെ ആ മനോഹര കാലം വേണ്ട എന്ന് വെച്ചത് 91 സീറ്റോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളാണ്. പിന്നീട് ഒരിക്കൽ കൂടി ആ ഭരണമേ വേണ്ട എന്ന് വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞത് 99 സീറ്റ് കൊടുത്തിട്ട് ഈ നാടാണ്. ഇപ്പോ അവരല്ല ഞങ്ങൾ, പുതിയ ആൾക്കാരാണ് ഞങ്ങൾ എന്ന പേരിൽ ഞങ്ങൾക്ക് ഇത്തവണ അധികാരം കിട്ടില്ലെങ്കിൽ ഞങ്ങൾ നശിക്കും, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ വന്നേ മതിയാകൂ, അതുകൊണ്ട് നാട്ടിൽ കിടക്കുന്ന സകലമാന പേരുടെയും കാല് പിടിപ്പിച്ചിട്ട് കോൺഗ്രസിന് അധികാരം കിട്ടിയില്ലെങ്കിൽ ഇതോടുകൂടി അവർ അവസാനിക്കും, അവർക്ക് ജീവൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അധികാരത്തിലേക്ക് വരണമെന്നുള്ള അഭിപ്രായം ചിലർ പങ്കുവയ്ക്കുമ്പോൾ ഇതുപോലെ ചിലരുടെ കാലുപിടുത്തം കൂടി അതിന്റെ പിന്നിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിലെ ചാണ്ടിച്ചൻ മന്ത്രിസഭയുടെ ഉദാഹരണങ്ങൾ പറയുന്നതെല്ലാം ഒന്നും പറയാനില്ലാത്തത് കൊണ്ടാണെന്നും ആ മന്ത്രിസഭ അതിൽ ഞങ്ങളുടെ കുറവ് വളരെയധികം നിഴലിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി തിളക്കമുണ്ടാക്കാൻ പറ്റാതെ പോയി എന്ന് ഇന്ന് തന്നെ വിലപിക്കുന്നുണ്ടെങ്കിൽ എത്രമാത്രം അന്നത്തെ സർക്കാർ പരാജിതമായിരുന്നു എന്ന് മുൻപ് സതീശന്റെയും കെ മുരളീധരന്റെയും മുൻകാല പ്രതികരണങ്ങൾ വെച്ച് തന്നെ നാട് കേട്ടതാണ്. അതുപോലെ തന്നെ ഇപ്പോഴും അവരുടെ മനസ്സിലുണ്ട്. പുറത്ത് മനോരമ ഉൾപ്പെടെയുള്ളവർ എഴുതി കൂട്ടുന്ന കഥകൾക്കപ്പുറം ആ സർക്കാരിന്റെ ഭാഗമായിരുന്ന MLA-മാർക്ക് പോലും അതിന്റെ പെർഫോമൻസിൽ വലിയ മതിപ്പുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തിളക്കമുണ്ടായേനെ എന്ന് പറയുമ്പോൾ തിളക്കം കുറവായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് മുരളീധരൻ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നത്.